ഉമാദേവി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദുഷ്ടന്മാരും പരാജയത്തിന്റെ രുചി അറിയുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ ദേവിക എസ്തപ്പാനെ ചെന്ന് കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് എസ്തപ്പാൻ പറയുന്നുണ്ട്, കുറേ നാളായി നിങ്ങളെയൊക്കെ കാണണമെന്ന് വിചാരിക്കുന്നു, ഓരോരോ തിരക്കുകളായിട്ട് പറ്റിയില്ല. ഇനി എന്തായാലും മോള് ടെൻഷൻ ആവണ്ട, സമാധാനമായിട്ട് പോയിക്കോ, എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വരാം. ചന്ദ്രോത്തൊരു പ്രശ്നം വന്നാൽ ഞാൻ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കൊന്നുമില്ല, എത്രയും പെട്ടെന്ന് നന്ദൻ സാറിനെ ഞാൻ കണ്ടുപിടിക്കും. ഇത് പ്രഭാവതി മേഡം നേരത്തെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ സംഗതി ഇത്രയും രൂക്ഷമാവില്ലായിരുന്നു എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല എസ്തപ്പാൻ ചേട്ടാ, അമ്മ ആകെ ടെൻഷനിലായിരുന്നു. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടുത്തമില്ലാണ്ട് നിൽക്കായിരുന്നു. ഇപ്പം തന്നെ അമ്മ അറിഞ്ഞിട്ടില്ല ഞാൻ ചേട്ടനെ കാണാൻ വന്ന കാര്യം. നന്ദുവിനെ എങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് ഞാൻ പല രീതിയിലും ആലോചിച്ചു. അവസാനം എനിക്ക് ഒരു പേരാ കിട്ടിയത്, എസ്തപ്പാൻ ചേട്ടൻ്റെ. അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. എസ്തപ്പാൻ ചേട്ടൻ ഒട്ടും വൈകാതെ തന്നെ വീട്ടിലോട്ട് വന്നോട്ടോന്ന്. അങ്ങനെ ദേവികയും മുരളിയും കൂടി എസ്തപ്പാനോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയാണ്. രജനിയാണെങ്കിൽ ഒരേ കരച്ചിൽ തന്നെയാണ്. ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട്, ഗിരി നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പം ഇല്ല രജനി, ഒരു വിവരവും ഇല്ല. അതെന്തുകൊണ്ടാണ് ഒരു വിവരവും ഇല്ലാത്ത? കാണാതായത് നിസാരക്കാരനെ അല്ലല്ലോ, ഒരു MLA യുടെ ഭർത്താവിനെ അല്ലേ, എന്നിട്ടും പോലീസ് അന്വേഷിക്കാത്ത എന്താ? എന്തായാലും CCTV ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്ദൻ എങ്ങടെ പോയെന്ന് അറിയാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പം ഗിരി പറയുന്നുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട് രജനി, എന്തായാലും ഇതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്, പരസ്യമായിട്ട് പോലീസിനെ അന്വേഷിക്കാൻ പറ്റില്ല, പുറത്താരും അറിയാതെ അന്വേഷണം മുന്നോട്ട് പോകുള്ളൂ. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, ആളുകൾ അറിഞ്ഞാൽ എന്താ പ്രശ്നം, നമുക്ക് നന്ദനെ കണ്ടു കിട്ടുക എന്നുള്ളതല്ലേ പ്രധാനം എന്ന് പറയുമ്പം നിനക്ക് എന്താ രജനി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവില്ലേ? ദേവിക MLA അല്ലേ, MLA യുടെ ഭർത്താവിനെ കാണാനില്ല എന്ന് പബ്ലിസിറ്റി വന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ദേവികയ്ക്കായിരിക്കും എന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും ഗിരിക്ക് ദേവിക ദേവിക എന്നുള്ള മന്ത്രം മാത്രമേ ഉള്ളൂ, അവൾ ഒറ്റ ഒരുത്തി കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പം ഗിരി ചോദിക്കുന്നുണ്ട്, ദേവിക പറഞ്ഞിട്ടാണോ നിൻ്റെ അനിയൻ ആ ഋഷീനെ കൊന്നേന്ന്? അത് കേട്ടതും രജനിയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. സമയത്ത് ഗിരി ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താ നിനക്ക് ഉത്തരവൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുകിട്ടണം മാത്രമേ ഉള്ളൂ എന്ന് പറയണു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. പ്രഭാവതി ആണെങ്കിൽ നന്ദനെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഗിരീഷിനെ അങ്ങോട്ട് വരുന്നുണ്ട്. ഗിരീഷിനെ കണ്ടതും ഗിരി നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പം ഇല്ല മേഡം, ഇതുവരെ ഒരു വിവരമില്ല. ഇതെന്താ ഇങ്ങനെ അന്വേഷണം എഴഞ്ഞു പോകുന്നത്? എന്തായാലും നന്ദൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും പറയണ പോലെ നന്ദൻ അങ്ങനെ പേടിച്ച് ഇവിടുന്ന് പോയതൊന്നുമല്ല. അവൻ അങ്ങനെ പോവുകയാണെങ്കിൽ എന്നോടൊരു വാക്ക് പറയും, എന്നോട് പറയാതെ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഗിരീശൻ പറയുന്നുണ്ട്, നമുക്കൊന്നും അറിയില്ലല്ലോ മാഡം, എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മളിങ്ങനെ ടെൻഷനായിട്ട് എന്താ കാര്യം? അതുമാത്രമല്ല ഹരിസാറും സിദ്ധാർത്ഥൻ സാറും കൂടി എന്തൊക്കെയോ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടല്ലോ, അവർ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം അറിയാൻ പറ്റുമായിരിക്കും. അന്നേരം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, കാണാതെ അയക്കുന്നത് ഒരു സാധാരണക്കാരനെ അല്ല, ഒരു MLA യുടെ ഭർത്താവിനെ, എന്നിട്ടും അന്വേഷണം പോലീസ് ഇങ്ങനെ ഉഴപ്പണേ എന്താന്ന് ചോദിക്കുമ്പോൾ പോലീസ് അന്വേഷണം ഉഴപ്പുന്നുണ്ടെന്ന് മേഡത്തോട് ആരാ പറഞ്ഞത്? പോലീസ് ഉഴപ്പണമൊന്നുമില്ല, അവർ നല്ല രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പരസ്യമായിട്ടൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും, അതുകൊണ്ടാണ് പരസ്യമായിട്ടുള്ളൊരു അന്വേഷണം വേണ്ടെന്ന് പോലീസ് പറഞ്ഞതെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എനിക്ക് എന്തോന്നറിയില്ല ഗിരി, ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്, എൻ്റെ മോനെന്തോ ഒരാപത്ത് സംഭവിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നണേന്ന്. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, മേഡം സമാധാനമായിട്ടിരിക്കുക, മേഡം ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം, നന്ദനെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് ദേവികയും മുരളിയും കൂടി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുരളി ദേവികയോട് ചോദിക്കുന്നുണ്ട്, ദേവിക ഇത്ര അർജൻറ്റായിട്ട് ഇങ്ങോട്ട് വന്നത് എസ്തപ്പാൻ ചേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണോ എന്ന് ചോദിക്കുമ്പം അതേ മുരളിയേട്ടാ, ഇനി വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അത് എസ്തപ്പാൻ ചേട്ടനെ കൊണ്ടേ പറ്റുള്ളൂ. പോലീസിൻ്റെ അന്വേഷണമൊക്കെ വെറും പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല ആ DYSP ആദ്യം മുതലേ എന്നോട് അത്ര സഹകരണത്തിലല്ല. ഋഷിനെ കാണാനില്ലാത്ത കേസ് അന്വേഷിക്കാൻ പറഞ്ഞപ്പോഴും അയാളൊരു തണുപ്പം മട്ടില്ല അന്വേഷിച്ചത്. അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ കേസും അയാൾ അത്ര ഗൗരവമായിട്ട് അന്വേഷിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എസ്തപ്പാൻ ചേട്ടനാകുമ്പം എന്ത് കാര്യത്തിനും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങൾ വന്നപ്പോഴും ഞങ്ങൾ എസ്തപ്പാൻ ചേട്ടനെ സഹായത്തിന് വിളിച്ച അന്നെല്ലാം അമ്മ വിളിച്ചതേ എസ്തപ്പാൻ ചേട്ടൻ ഓടി വന്നിട്ടുണ്ട്. ഇന്നും അതുപോലെ തന്നെ എസ്തപ്പാൻ ചേട്ടൻ വന്നാൽ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാവുമെന്ന്. പിന്നീട് കാണിക്കുന്നത് ഇസബല്ലേനെയും കെവിനെയാണ്. ഇസബല്ല ആണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ തന്നെയാണ് നിൽക്കണത്. എന്നാലും അവനെ ആര് തട്ടിക്കൊണ്ടുപോയി കാണോ? നമ്മളുടെ ആളുകൾ ചെല്ലണതിന് മുമ്പ് തന്നെ അവനെ ആരോ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ആരായിരിക്കും? ഋഷിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഋഷി അല്ലാന്നല്ലേ പറഞ്ഞേ, എനിക്ക് തോന്നണില്ല ഋഷി തന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, ഋഷി എന്തിനാ നന്ദനെ തട്ടിക്കൊണ്ടു പോകണേ, ബെല്ല എന്താ ഇങ്ങനെയൊക്കെ പറയണേ, ഋഷി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ
ബെല്ല ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാ ചെയ്തത്, നീ ആണോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ബെല്ല ഇങ്ങനെയൊക്കെ പറയണേ, ഞാൻ ഈ പ്ലാൻ അറിഞ്ഞ പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മളെ കൂടാതെ മൂന്നാമത് ഒരാൾ നന്ദന് ശത്രുവായിട്ടുണ്ട്, അയാളായിരിക്കും നന്ദനെ തട്ടിക്കൊണ്ടുപോയതെന്ന്. എന്തായാലും നമുക്കിതൊന്ന് ഊർജിതമായിട്ട് അന്വേഷിക്കണം, നമുക്കൊന്ന് ചന്ദ്രോത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, തൽക്കാലം നീ ചന്ദ്രോത്തേക്ക് പോവാതിരിക്കണേ നല്ലത്. അന്ന് തന്നെ അവിടെ ചെന്നപ്പോൾ പ്രഭയാൻ്റെയും സിദ്ധാർത്ഥനങ്ങളും നിന്നെ അവിടെ നിന്ന് ആട്ടിയിറക്കി വിട്ടതല്ലേ, നീ ഇനി അങ്ങോട്ട് ചെന്നാൽ അത് വലിയ പ്രശ്നമാവുമെന്ന്. എന്തായാലും ഞാനൊന്ന് പാപ്പന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇസബെല്ല ഫോണെടുത്ത് പാപ്പന് വിളിക്കുന്നുണ്ട്. കുരുവിള ഫോണെടുത്തതും എന്താ ബെല്ലാന്ന് ചോദിക്കുമ്പോൾ അത് പാപ്പ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകാമെന്നാണ് തോന്നണേ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്ത് നടന്നില്ല എന്നാണ് നീ പറയണത്, നന്ദൻ നിങ്ങളുടെ കസ്റ്റഡിയിലല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല പാപ്പ, ഞങ്ങളുടെ ആളുകൾ അവിടെ ചെല്ലണതിന് മുമ്പായിട്ട് നന്ദനെ വേറെ ആരോ പൊക്കിക്കൊണ്ട് പോയിരുന്നു. ആ സമയം പാപ്പൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ ബെല്ല നീ പറയണത്, അപ്പോൾ ഇതിനു മുമ്പ് നീ വിളിച്ചപ്പോൾ പറഞ്ഞത് നന്ദനെ കാണാനായിട്ട് നന്ദനെ താമസിപ്പിച്ചേക്കണോടത്തേക്ക് പോകുകയെന്നല്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്ന പാപ്പ, പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയണത് എൻ്റെ ആളുകൾ ചെല്ലണതിന് മുമ്പ് തന്നെ നന്ദനെ ആരോ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന്. അന്നേരം പാപ്പൻ ചോദിക്കുന്നുണ്ട്, നീ അല്ലാതെ പിന്നെ വേറെ ആര് കടത്തിക്കൊണ്ട് പോകാനാന്ന് ചോദിക്കുമ്പം ഋഷിയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഞാൻ അവനെ വിളിച്ച് ചോദിച്ചപ്പം അവൻ സമ്മതിച്ചിട്ടൊന്നുമില്ല. പാപ്പനൊക്കെ അന്വേഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ബെല്ല, ഞാനവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു തെളിവ് പോലും ഇല്ലാത്ത രീതിയിലാണ് നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണത്. അതുകൊണ്ട് തന്നെ നമുക്കിനി അവിടുന്ന് പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടാൻ പോണില്ല. എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോ, കെവിനോടും പറഞ്ഞേരെ സൂക്ഷിച്ച് നിന്നോളാൻ, വേണമെങ്കിൽ നീ US തിരിച്ചു പോയിക്കോ, അതായിരിക്കും നിനക്ക് നല്ലതെന്ന് അന്നേരം ഇസബെല്ല പറയുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളം ആയില്ലേ, ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകണുള്ളൂ എന്ന്. പിന്നീട് ഫോൺ വെച്ചതും കെവിനോട് ഇസബെല്ല പറയുന്നുണ്ട്, പാപ്പൻ പറയണത് അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ തന്നെ കണ്ടെത്താൻ പറ്റില്ല എന്നാ, കാരണം നന്ദനെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോയേക്കണവർ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാണ്ട നന്ദനെ അവിടുന്ന് കൊണ്ടുപോയേക്കണേന്ന്. അത് കേട്ടതും കെവിൻ പറയുന്നുണ്ട്, ഇത് നമുക്കുള്ള പണിയാണെന്നാണ് ബെല്ല തോന്നണേ, എന്തായാലും അന്ന് സാറ് പറഞ്ഞതുപോലെ നമ്മൾ പോയാൽ മതിയായിരുന്നു, ഇതിപ്പോൾ വല്ലാത്ത പുലിവാലായി എന്ന് പറയുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ ഇങ്ങോട്ട് വന്നത്, അത് നടത്തിയിട്ട് ഞാൻ തിരിച്ചു പോവുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ CP ആണെങ്കിൽ ഈ നന്ദനെ താമസിപ്പിച്ചേക്കുന്ന സ്ഥലത്തേക്ക് കാണാനായിട്ട് ചെല്ലാണ്. CPയുടെ കാറ് കണ്ടതും 2 ഗുണ്ടകൾ CPയുടെ കാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് കണ്ടതും CP അവരോട് നന്ദനെ എവിടെയെന്ന് ചോദിക്കുമ്പം അത് സാറേ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു. എന്ത് പ്രശ്നം, നന്ദനെ എവിടെയാണ്, ഞാൻ നന്ദനെ കാണാനാണ് വന്നതെന്ന് പറയുമ്പം സാറും കൊണ്ട് വന്നേ, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞ് അതിലൊരു ഗുണ്ട CPയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് എന്താന്ന് ചോദിക്കുമ്പം സാറേ ഈ നന്ദൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നു. അത് കേട്ടതും CP ചോദിക്കുന്നുണ്ട്, നന്ദൻ പിന്നെ എങ്ങോട്ട് പോയി, നിങ്ങളെന്താ നോക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നോക്കുകയൊക്കെ ചെയ്തു, പക്ഷേ ഞങ്ങളുടെ അടുത്ത് നിന്ന് നന്ദനെ ആരോ കടത്തിക്കൊണ്ട് പോയിരുന്നു. അത് കേട്ടതും CP പറയുന്നുണ്ട്, നിങ്ങളെന്താ വെറുതെ കളി പറയുവാണോ, ഇത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്നാലും നന്ദനെ കടത്തിക്കൊണ്ട് പോയിപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട സാറേ, വന്നവന്മാർ ഞങ്ങളെ ബോധം കെടുത്തിയിട്ടാണ് നന്ദനെ കടത്തിക്കൊണ്ട് പോയെന്ന്. ഇനിയിപ്പോൾ ഋഷിമോനോട് ഞാൻ എന്ത് പറയും, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് ഈ CP ആണെങ്കിൽ ഗുണ്ടകളോട് ദേഷ്യപ്പെടുമ്പം ഗുണ്ടകൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല സാറേ, ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഇതുപോലെ ഒരു പറ്റിയിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്, എന്തായാലും ഞങ്ങളവനെ കണ്ടെത്താൻ നോക്കിക്കൊണ്ടിരിക്കുവാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷീനെ കാണാനായിട്ട് CP വരാണ്. CPയെ കണ്ടതും അരുന്ധതി CPയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഈ CP കാര്യങ്ങളൊക്കെ, പുതിയ എന്തെങ്കിലും പ്ലാനുമായിട്ടാണോ ഋഷിനെ കാണാൻ വന്നേക്കണേന്ന് ചോദിക്കുമ്പം ഇല്ല മേഡം, പുതിയ പ്ലാനൊന്നുമില്ല എന്ന് പറയണു. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പം ഋഷി ഇവരുടെ സംസാരം കേട്ടിട്ട് CP അങ്കിൾ വന്നോ, അങ്കിൾ ഇങ്ങോട്ട് കയറി വാന്നും പറഞ്ഞ് ഋഷി മുകളിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ CP ഞാനിപ്പോൾ ഋഷിയോട് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഋഷിയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട്, അങ്കിളെ അങ്കിൾ പോയിട്ട് എന്തായി, ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊരു പ്രശ്നമുണ്ട് ഋഷി, എന്തായാലും ഞാൻ പോയ കാര്യം നടന്നില്ല. അന്നേരം ഋഷി ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ പറയണേ, അങ്കിൾ നന്ദനെ കാണാൻ പോയതല്ലേ, എന്നിട്ട് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പം അവിടെ നന്ദനില്ല ഋഷിന്ന്. എന്ത് പറ്റി, നന്ദൻ എവിടെ പോയിന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല, അവരോട് ചോദിച്ചപ്പോൾ നന്ദനെ വേറെ ആരോ കടത്തിക്കൊണ്ട് പോയിന്ന് അവർ പറഞ്ഞ്, എനിക്കൊന്നും മനസ്സിലാവണില്ലെന്ന് പറഞ്ഞതും ഋഷി പറയുന്നുണ്ട്, അങ്കിളുടെ വാക്ക് വിശ്വസിച്ചാൽ ഞാൻ അനങ്ങാതിരുന്നത്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വേറെ ആളുകളെ വിട്ട് ആ നന്ദനെ പൊക്കിയേനെ. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നന്ദൻ ഇനി നേരെ പോലീസ് സ്റ്റേഷനിലെങ്ങാനും ഹാജരായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം ജയിലിലാവൂലേ, അത് സംഭവിക്കാതിരിക്കാനല്ലേ ഞാൻ അങ്കിളിനോട് നന്ദനെ പൊക്കണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഈ CP പറയുന്നുണ്ട്, ഞാൻ അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തതാണ്, അവന്മാരാണ് ഈ ചന്ദ്രോത്തുനിന്ന് നന്ദനെ പൊക്കി കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുകയും ചെയ്തതാണ്, പിന്നീട് ആരോ വന്ന് നന്ദനെ കടത്തിക്കൊണ്ട് പോയിന്ന് അവർ പറയണേന്ന് പറയുമ്പോൾ അവന്മാർ നുണ പറയണേയായിരിക്കും, നന്ദൻ MLAയുടെ ഭർത്താവാന്ന് അറിഞ്ഞിട്ട് അവന്മാർ നന്ദനെ വിട്ടതാണോ എന്ന് ചോദിക്കുമ്പം അവന്മാരെ അങ്ങനെ ചെയ്യണവരൊന്നുമല്ല, എനിക്ക് അവരുമായിട്ട് വർഷങ്ങളായിട്ട് ബന്ധമുള്ളതാണ്,
എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഇസബെല്ലയും നിങ്ങളും അല്ലാത്ത വേറെ ഏതോ ഒരു ശത്രു ഉണ്ടെന്ന്. അത് കേട്ടതും ഈ ഋഷി ചോദിക്കുന്നുണ്ട്, നന്ദൻ അങ്ങനെ ശത്രുക്കൾ ഉണ്ടാവാൻ നന്ദൻ വലിയ കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പം ചിലപ്പോൾ നന്ദൻ്റെ ശത്രു ആയിരിക്കില്ല, ഒന്നിലെ ദേവികയുടെയോ ആ പ്രഭാവതിയുടെയോ ശത്രു ആയിരിക്കാം നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണേന്ന്. ഈ സമയത്ത് ഇവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അരുന്ധതി അവിടെ നിൽക്കുന്നുണ്ട്. അരുന്ധതി ആണെങ്കിൽ ഋഷിയോ ഈ CP കാണുന്നില്ല. എന്നിട്ട് ഇവർ സംസാരം കഴിഞ്ഞതും അങ്ങോട്ട് തിരിയണ സമയത്ത് അരുന്ധതിയെ കാണുന്നുണ്ട്. അപ്പോൾ CP ചോദിക്കുന്നുണ്ട്, മേഡം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടു. CP ഇവിടെ എന്തൊക്കെയാണ് നടക്കണേ, നിങ്ങളെല്ലാവരും കൂടി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടണേ, ഇത് വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേന്ന് പറയുമ്പം CP പറയുന്നുണ്ട്, മേഡം പറഞ്ഞത് നേരാ മേഡം, നമ്മളറിയാതെ എന്തൊക്കെയോ കളികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇസബെല്ല ആയിരിക്കുമോ ഈ നന്ദനെ തട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട്, ഇല്ല, ബെല്ലയും തട്ടിക്കൊണ്ട് പോകാൻ ആളെ ഏൽപ്പിച്ചായിരുന്നു, പക്ഷേ അവർക്ക് നന്ദനെ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അത് ചോദിക്കാൻ വേണ്ടി ഇസബെല്ല എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആ സമയം അരുന്ധതി പറയുന്നുണ്ട്, എന്നാൽ നോക്കിക്കോ, നിങ്ങൾക്കുള്ള കുരുക്ക നിങ്ങൾ എന്നെ മുറുക്കിക്കൊണ്ടിരിക്കണേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ദേവികയെ വിളിച്ച എല്ലാ സത്യങ്ങളും പറയാമെന്ന്. ദേവികയോട് പറയേണ്ട രീതിയിൽ പറഞ്ഞെങ്കിൽ ഈ പ്രശ്നം അന്ന് തന്നെ പരിഹരിക്കപ്പെട്ടേനെ. ഇനിയിപ്പോൾ പ്രശ്നം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം നീ ഉറപ്പിച്ചോ, നീയും ഇസബെല്ലയും കെവിനും എല്ലാം പെടും, നിങ്ങൾ 3 പേരും ജയിലിലേക്കും പോകേണ്ട വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ചന്ദ്രോത്ത് തിരിച്ചു വരാണ്. ദേവികയെ കണ്ടതും പ്രഭാവതി ചോദിക്കുന്നുണ്ട്, മോൾ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പം, അമ്മ എനിക്ക് കുറച്ച് സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു, ഞാൻ പോയിട്ട് വന്നുള്ളൂ. ഇപ്പം എന്തായാലും പോയ കാര്യം നടന്നു എന്ന് ചോദിക്കുമ്പം, ഞാനൊരാളെ കാണാൻ പോയതാ, ആളെ ഞാൻ കണ്ടു, എത്രയും പെട്ടെന്ന് ആളിവിടെ എത്തുമെന്ന്. ഇത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ആര് വരുമെന്നാ മോള് പറയണേന്ന് ചോദിക്കുമ്പം, അതൊക്കെ ഉണ്ടമ്മേ, എന്തായാലും നമ്മൾ കുറേ നാളുകളായിട്ട് പ്രശ്നത്തിൻ്റെ നടുക്കല്ലേ, ഇനി ആ ഒരാൾ വിചാരിച്ചാലാ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ എന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, മോളെന്താ പറയണേ, മോള് പറയണതൊന്നും എനിക്ക് മനസ്സിലാവണല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ എസ്തപ്പാൻ ചേട്ടനെ കാണാനാണ് പോയത്, ചേട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ചേട്ടനും ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, നേരാണോ മോളെ, എസ്തപ്പാൻ ഇങ്ങോട്ട് വരുമോയെന്ന് ചോദിക്കുമ്പോൾ, അമ്മ സമാധാനമായിട്ടിരിക്കുക, ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ദേവിക പറഞ്ഞതും പ്രഭാവതി ആശ്വാസമായതുപോലെ ഇങ്ങനെ നിൽക്കണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇസബെല്ലയ്ക്കും ഋഷിക്കും കെവിനും ഉള്ള 8ന്റെ പണിയായിട്ടായിരിക്കും എസ്തപ്പാൻ വന്നത്. എസ്തപ്പാൻ്റെ അടുത്താണെങ്കിൽ ഇവരുടെ ഒരു കളിയും നടക്കൂല, എസ്തപ്പാൻ ആ മാതിരി മുതലായതുകൊണ്ട് തന്നെ എന്തായാലും ഈ പ്രശ്നങ്ങൾ ഇതോടുകൂടി തീരും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.